ബിഗ് ബോസിന്റെ എല്ലാ സീസണുകളിലും ലൈഫ് സ്റ്റോറി പറയുക എന്ന് പറയുന്ന ഒരു ടാസ്ക് ഉണ്ടാകും. എന്നാൽ ഇപ്രാവശ്യത്തെ സീസൺ ആകട്ടെ അത് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. അതായത് ഒരു ബൗളിനകത്ത് കുറെ ചീട്ടുകൾ ഉണ്ടാകും. അതിൽ നിന്നും ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് അതിനെ ആസ്പദമാക്കിയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ആയിരിക്കും നമ്മൾ നടത്തേണ്ടത്. സത്യം പറഞ്ഞാൽ അത് വളരെ മികച്ച രീതിയിലുള്ള തീരുമാനം തന്നെയാണ് ബിഗ് ബോസിന്റേത്. അതിനൊരു കാരണമുണ്ട്. വെറുതെ നമ്മുടെ സ്റ്റോറിയൊക്കെ പറഞ്ഞ് ആളുകളെ വെറുപ്പിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ബിഗ് ബോസ് തരുന്ന ആ ചീട്ടിലുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മുടെ സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കുന്നത്. അത് നല്ലൊരു തീരുമാനം തന്നെയാണ്. അത് തന്നെയാണ് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇപ്പോൾ ബിഗ് ബോസ് കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യം തന്നെ സംസാരിക്കാൻ എത്തിയത് നമ്മുടെ ശാരികയാണ്. ശാരിക തന്നെയാണ് സംസാരിച്ചത്. വളരെ മനോഹരമായിട്ടാണ് ശാരിക സംസാരിച്ചത് എന്ന് പറഞ്ഞേ തീരൂ. തന്റെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് തന്നെയാണ് സത്യം പറഞ്ഞാൽ ശാരിക സംസാരിച്ചത്. സ്ത്രീകൾക്കൊക്കെ തന്നെയും ഒരുപാട് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ ജീവിതത്തിൽ നിന്ന്. അതായത് മാരീഡ് ലൈഫിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഒരു വിവാഹം കഴിച്ചു എന്നുള്ളതിന്റെ പേരിൽ ജീവിതത്തിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ആ സ്ത്രീക്ക്. സത്യം പറഞ്ഞ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് ആ സ്ത്രീ എത്തിയത്. ഹോട്ട് സീറ്റ് പോലെയുള്ള ഇന്റർവ്യൂകൾ തന്നെയാണ് സത്യം പറഞ്ഞാൽ ശാരിക നടത്താറുള്ളത്. അത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ തന്നെയും അറിയാവുന്നതുമാണ്. എന്നാൽ റിയൽ ലൈഫിലാകട്ടെ ഒരുപാട് അനുഭവിച്ച ഒരു പാവ സ്ത്രീ തന്നെയാണ് ശാരിക. ഒരുപാട് സ്ത്രീകൾക്ക് ആ സ്ത്രീ പ്രചോദനം നൽകുന്നുമുണ്ട്. സത്യം പറഞ്ഞ നമ്മുടെ ശാരികയ്ക്ക് ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ശാരീരികമായിട്ടും മാനസികമായിട്ടും ഗാർഹിക പീഡനത്തിനിരയായ ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ ശാരിക. ശാരിക തന്നെയാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെയും പറയുന്നത്. ഭർത്താവിന്റെ വീട്ടിൽ നിന്നും അനുഭവിക്കേണ്ടി വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടുപോലും ജീവിതം അവസാനിപ്പിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്കൊക്കെ തന്നെയും ശാരിക വലിയ പ്രചോദനം നൽകുന്നു എന്ന് പറഞ്ഞേ മതിയാകൂ. പ്രത്യേകിച്ച് ബിഗ് ബോസിനെ പോലെയുള്ള വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് മറ്റു സ്ത്രീകൾക്ക് പ്രചോദനം നൽകുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. സത്യം പറഞ്ഞാൽ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ശാരികയുടെ ഫാൻസായി മാറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞേ മതിയാകൂ. തന്റെ ദാമ്പത്യ ജീവിതത്തിൽ തന്റെ ഭർത്താവിൽ നിന്നും ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ശാരിക. അതിനെക്കുറിച്ചൊക്കെ തന്നെയും ശാരിക സംസാരിക്കുന്നുമുണ്ട്. എന്നാൽ ആ സമയത്ത് തളരാതെ മുന്നോട്ട് പോവുകയായിരുന്നു ശാരിക. സ്വന്തമായി എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തണമെന്ന് മാത്രമേ ആ സമയത്ത് ശാരികയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പഠിച്ച് നല്ലൊരു ജോലി നേടുകയായിരുന്നു നമ്മുടെ ശാരിക. നമ്മുടെ ശാരികയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്.